ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശർക്കര വെച്ചിട്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കപ്പ് ബ്രൗൺ കളറുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അവൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. ശർക്കര ചേർത്തിട്ടുള്ള വട്ടയപ്പായ കാരണം ഞാൻ വെള്ളം അവൽ എടുത്തിട്ടില്ല. ഈ അവലിന് ഇത്തിരി കനമുള്ള കാരണമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നത്. ഒരു അര കപ്പ് വെള്ളം ഞാൻ അവൽ കുതിരാനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് നാളികേരം ചിരകിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ശർക്കരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഒരു 3-4 ഏലക്കായയുടെ കുരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ഞാൻ കുറച്ച് നാളികേരത്തിൻ്റെ വെള്ളത്തിൽ പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നേരത്തെ കുതിരാനായി മാറ്റി വെച്ചിട്ടുള്ള അവലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ ഞാനൊരു അര കപ്പ് തൊട്ട് 1/4 കപ്പോളം വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾ നോക്കിയെടുക്കുക. ഞാനൊരു 3.5 കപ്പ് 4 കപ്പിൻ്റെ അടുത്ത് വെള്ളം മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ച് ഈ ബാറ്റർ പൊന്തി വരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് കട്ടിയിൽ ഈ മാവ് ആവരുത്, അതുപോലെ വല്ലാതെ ലൂസായി പോകരുത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ലൂസിലായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് അടച്ച് വെച്ചതൊന്ന് പൊന്തി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 3-4 മണിക്കൂറൊക്കെ ആകുമ്പോൾ മാവ് പൊന്തി വരും. നമ്മൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ രാവിലെ ഇതൊന്ന് അരച്ച് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ 4 മണിക്ക് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഒരു 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ മാവ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 തവി മാവൊക്കെ ഒഴിച്ച് വരുമ്പോൾ മതി. ഞാൻ ഒരുപാട് കനത്തിൽ വട്ടയപ്പം ഉണ്ടാക്കി എടുക്കാറില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇനി ആവിയിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ, അല്ലെങ്കിൽ പ്ലേറ്റിലത് ഒട്ടി പിടിച്ചിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.